ചരിത്രത്തെ വിസ്മരിക്കുന്നവർക്ക് രാഷ്ട്രീയമായ ഓർമ്മപ്പെടുത്തലാണ് അനുരാഗ് മനോഹർ സംവിധാനം ചെയ്ത ഈ സിനിമ നരിവേട്ട. കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൂർച്ചയേറിയ ഒരു ആയുധം പോലെ തുളഞ്ഞു കയറും മനുഷ്യവേട്ടയുടെ നേർക്കാഴ്ച. കേരളത്തിലെ സർക്കാരുകളും അധികാരവർഗവും ആദിവാസികളെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതാണ് നരിവേട്ട ചർച്ച ചെയ്ത പ്രമേയം. സമൂഹത്തിൽ ആദിവാസികൾ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നു എന്നത് ഈ ചിത്രത്തിലൂടെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് സംവിധായകൻ. ഒരു തുണ്ട് ഭൂമിക്കായി ആദിവാസികൾ നടത്തിയ കുടിൽകെട്ടി സമരവും പോലീസ് വെടിവെപ്പും ദേശീയ തലത്തിൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ചയായിരുന്നു. മുത്തങ്ങ സമരത്തിൽ പങ്കെടുത്ത പലർക്കും ഇന്നും ഭൂമി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ അനീതിയുടെ നേർചിത്രമായി തുടരുന്ന ഒരു കാര്യം. ദാരിദ്ര്യം നിഴൽ വീഴ്ത്തിയ കണ്ണുകളും വിശന്നൊട്ടിയ വയറുമായി അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ നിരായുധരായ മനുഷ്യരുടെ നെഞ്ചിലേക്കാണെന്ന് കേരള പോലീസ് വെടിയുതിർത്തത്. ജനാധിപത്യത്തിനെതിരായ കിരാതവാഴ്ച ഇനിയും തുറന്നു കാണിക്കേണ്ടതുണ്ട് തീർച്ചയായും. കാരണം ഈ ചരിത്രം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞാൽ ഇനി അത് ആവർത്തിക്കാതിരിക്കും. മുത്തങ്ങയിൽ എന്തു നടന്നു എന്നത് പൂർണ്ണമായി ഇന്നും പുറം ലോകത്തിന് അറിയില്ല. ഭരണകൂടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റല്ല യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ ഇത്തരം ചില സിനിമകൾ ഇനിയും വരേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. വർഷം 2025 ആദിവാസി സമൂഹത്തോട് നമ്മൾ ഈ പൊതുസമൂഹം നീതി കാണിച്ചോ എന്നുള്ളത് കാലം വിലയിരുത്തേണ്ട കാര്യമാണ്. അതിൽ ചില അടയാളങ്ങളായി ഇത്തരം സിനിമകളും വേണം.